ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നമ്മളൊരു പുതിയ സ്ഥലത്താണ്. ഇത് നമ്മുടെ പുതിയ കിച്ചനാണ്. അപ്പോൾ ഈ പുതിയ കിച്ചൻ്റെ ടൂർ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടാണ്, വിശദീകരിച്ച് പറഞ്ഞിട്ട് ഞാനൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിയേക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുതിയ കിച്ചണിലെ ആദ്യത്തെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി മധുരമായിട്ട് തന്നെ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ, ചവരി പായസം. നമ്മൾ സാധാരണ വീട്ടിൽ ചവരി പായസം തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ചവരി പായസം ഇന്ന് ട്രൈ ചെയ്യുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മളിത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. എന്നാൽ ശരി, എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ ചവരി പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചവരിയാണേ. അപ്പോൾ നമുക്ക് വേണ്ടത് അരക്കപ്പ് അളവിലാണ് കേട്ടോ ചവരി വേണ്ടത്. അപ്പം മെഷർമെൻറ്റ് കപ്പിൽ ഒരു അരക്കപ്പ് അളവിൽ ചവരി എടുക്കാം. ഇതിപ്പോൾ ചെറിയ ചവരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് സാധാരണ നമുക്ക് എപ്പോഴും കിട്ടുന്ന ചവരി ഉണ്ടല്ലോ, ഇച്ചിരി വലിയ സൈസിലുള്ളത്, അത് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ഇത് നൈലോൺ ചവരി എന്നാണ് കേട്ടോ ഇത് പറയുന്നത്. നമുക്ക് ഓൺലൈനിലും കിട്ടും, അതല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഈ അരക്കപ്പ് അളവിലാണ് കേട്ടോ ചവരി. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഈ ചവരി ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചവരി ആയതിൻ്റെ പേരിൽ ഇത് കുറച്ച് സമയം എടുക്കും ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. അതല്ല നമുക്ക് സാധാരണ എപ്പോഴും കിട്ടുന്ന വലിയ ചവരി ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന് ധാരാളം മതിയാവും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാനാണ്. അതല്ല കുതിർക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എങ്കിൽ പിന്നെ ഒരല്പം കൂടി സമയം കൂടുതലെടുക്കും, അത്രയും മാത്രമേ ഉള്ളൂ. രണ്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ കുതിർക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചവരി നന്നായിട്ട് തന്നെ കഴുകി ഞാനിപ്പോൾ അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പായസം തയ്യാറാക്കാൻ എടുത്തിട്ടുള്ള ഒരു കടായിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ചവരി ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 കപ്പോളം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ. നമ്മുടെ ഈ ചവരി നന്നായിട്ടൊന്ന് വേകട്ടെ. ഈ വേകുന്ന ഒരു സമയം കൊണ്ട് പിന്നെ നമുക്ക് അടുത്ത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറുപയർ പരിപ്പ് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ ചെറുപയർ പരിപ്പ്, അത് തന്നെയാണ്. അത് ഒരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. അതായത് അരക്കപ്പ് അളവിൽ ചവരിക്ക് എടുക്കുമ്പോൾ 1/4 കപ്പ് അളവിൽ മാത്രം ചെറുപയർ പരിപ്പ് മതിയാകും. 1 കപ്പ് അളവിലാണ് ചവരി എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് അളവിൽ പരിപ്പ് എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. നന്നായിട്ടൊന്ന് കഴുകി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്ന് കഴുകാനെടുക്കാം. ഇത് നന്നായിട്ട് ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് പരിപ്പല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപ്പ് അധികം ഇങ്ങനെ പതഞ്ഞു പൊങ്ങില്ല. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്കാണ് കേട്ടോ വെക്കുന്നത്. ഏകദേശം ഒരു 2-3 വിസിൽ വരെ വരണം. കുറഞ്ഞ ഫ്ലെയിമിൽ, അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് പരുവൊന്നുമില്ല. അത് നല്ലതുപോലെ ഇതിൽ വേകട്ടെ. നമ്മൾ നേരത്തെ കുതിർത്തെടുത്തതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചവരി ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ണാടി പോലെ ഇതൊന്ന് വെന്ത് കിട്ടും കേട്ടോ, ഈ ഒരു രീതിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചവരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ആ പരിപ്പ് നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഇതിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോകട്ടെ, അതിനുശേഷം നമുക്കിതൊന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇനി നമ്മുടെ ചവരിയിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കാണാമല്ലോ, നല്ലതുപോലെ സ്മൂത്തായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ ഇത്. ആ കൂടി നമ്മൾ ഈ ചവരിയും പരിപ്പൊക്കെ ഒന്ന് വേകുന്ന ആ ഒരു സമയം, അത് വളരെ പെട്ടെന്ന് തന്നെ വേകുന്നതുമാണ്. ഇതിപ്പോൾ ഒരല്പം സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം.
അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതൊരു നോർമൽ മധുരമായിരിക്കും ഉണ്ടാകുന്നത്. മധുരം കുറച്ച് ചേർക്കണം എന്നുള്ളത് കുറച്ച് ചേർക്കാം. പഞ്ചസാര വേണ്ട, പകരം നമുക്ക് ശർക്കരയാണ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ തന്നെ ശർക്കര എടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ചേർക്കുക, ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പാൽ ചേർക്കുമ്പോൾ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ശർക്കര ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അതല്ല നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പശുവിൻ പാൽ എടുക്കാം. പശുവിൻ പാലിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പഞ്ചസാര തന്നെ ചേർക്കണം. അതല്ല നമുക്ക് ശർക്കരയിൽ തയ്യാറാക്കണം നിർബന്ധമുള്ളവർക്ക് ശർക്കരയിലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ എടുക്കണം കേട്ടോ. ഇത്രയും മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടും ടേസ്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ആ ശർക്കര ചേർക്കുന്നതിൻ്റെ ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ടാവും, പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഉരുകി ചേർന്നിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് തിളച്ചിട്ടുണ്ട്, 2-3 മിനിറ്റ് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്, 750 ml ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതായത് 750 ml പാൽ ചേർക്കുന്നതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു അളവിൽ പാൽപ്പൊടി ചേർക്കുന്നത്. അതായത് 1 ലിറ്റർ അളവിൽ പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരല്പം കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നത്. നമുക്കിത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. പാൽപ്പൊടി ചേർക്കാതെ തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാം. ആ കറക്റ്റ് ടേസ്റ്റിന് നമുക്ക് കിട്ടിക്കോളും. ഇനി നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക എടുത്തിട്ടുള്ളത്. ഏലക്ക മാത്രം പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ എടുക്കുന്നത്. മുഴുവൻ ഏലക്കയാണ് ഇടുന്നതെങ്കിൽ 3 ഏലക്ക വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഏലക്ക ഒന്ന് തല്ലിയിട്ട് ചേർക്കണമാണ് നല്ലത്, ആ ഒരു രീതിക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് തവി ഇതൊന്ന് മാറ്റാം കേട്ടോ, വേറൊരു തവി എടുക്കാം. പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് താളിച്ചെടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. ഇതുപോലെ ഈ ഒരു അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ടേ. ഇപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു അല്പം അണ്ടിപ്പരിപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം അണ്ടിപ്പരിപ്പ് വേണമോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഞാനിപ്പോൾ അത് ചെറിയൊരു മീഡിയം അളവിൽ ചേർത്തിട്ടുള്ളേ. നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങട്ടെ, അതിനുശേഷം മാത്രം നമുക്ക് മുന്തിരി ചേർക്കാം. കുറച്ചുകൂടി വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കളറ് മാറി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർക്കാം. കുറച്ചളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മുന്തിരി കൂടി ചേർക്കുന്നത്. ഈ ഒരു സൈഡ് നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ. നമ്മുടെ മുന്തിരി നന്നായിട്ട് തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം നല്ലതുപോലെ തന്നെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടേ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക്. ഇനി ഇത് ഒരുപാട് കുറുകി കിട്ടണം എന്നുള്ള ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഓവറായിട്ട് പാലുണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ തീരെ കട്ടിയായിട്ട് കുറുകിയിരിക്കാനും പാടില്ല. ഇതുപോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മുടെ താളിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അതായത് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ആഹാ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ. ലാസ്റ്റിൽ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ പായസത്തിൽ ഉപ്പ് ചേർക്കാറില്ല, പക്ഷേ ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു മധുരം, അതായത് നല്ല ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചുള്ളന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ. ആ ഒരു മധുരം കിട്ടാതെ അതിന് ബാലൻസ്ഡ് ആയിട്ടുള്ള മധുരം കിട്ടും കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പായസം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെർവ് ചെയ്താലോ? ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പായസം വളരെ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കുട്ടികൾക്കും അതായത് വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. നമുക്ക് വിശേഷിച്ച ദിവസങ്ങളിൽ മധുരമൊക്കെ വീട്ടിൽ തയ്യാറാക്കണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കിച്ചണിലെ ആദ്യത്തെ വീഡിയോ ആണിത്. നല്ലൊരു മധുര പായസമായിട്ടാണ് എനിക്കിഷ്ടമുള്ള പായസങ്ങളൊന്നാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഈ ഒരു പായസം തന്നെ നമ്മുടെ കിച്ചണിൽ ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.